മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗം കുട്ടികളിലും അതുപോലെ തന്നെ മുതിർന്നവരിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. കുട്ടികളിലാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളിലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അത് ശാരീരികമായും മാനസികമായിട്ടും ഉള്ളതുണ്ട്. അവ കൊച്ചുകുട്ടികളിലും ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ അല്പം മുതിർന്ന കുട്ടികളിലും ഉണ്ടാകുന്നുണ്ട്. ഈ മുതിർന്ന കുട്ടികളിലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നത്തെപ്പറ്റി ആദ്യം നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. ശാരീരിക പ്രശ്നങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതായത് അവരുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് പ്രശ്നം വരുന്നു, മയോപ്യ എന്നൊരു അസുഖം വരുന്നു, കണ്ണിൽ കൂടി കൂടുതൽ വെള്ളം വരുന്നു, അതുപോലെ തന്നെ കണ്ണ് ചിലപ്പോൾ ഡ്രൈ ആകുന്നു, കണ്ണിന് ചിലപ്പോൾ വേദന വരുന്നു, അത് ചിലപ്പോൾ തലവേദനയായിട്ട് മാറുന്നു, പെടലിക്ക് ചിലപ്പോൾ അല്ലെങ്കിൽ കഴുത്തിൻ്റെ പുറകുവശത്ത് വേദന വരുന്നു, തോളിന് ചിലപ്പോൾ വേദന വരുന്നു, അതുപോലെ തന്നെ കൈയുടെ റിസ്റ്റിന് വേദന വരുന്നു. ഇങ്ങനെ പല ശാരീരിക വേദനകളും നമ്മൾ മൊബൈൽ ഫോൺ അമിതമായിട്ട് ഉപയോഗിച്ചാൽ ഇന്ന് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ ശാരീരിക ആരോഗ്യം ക്ഷയിക്കുന്നു എന്നുള്ളതാണ്. കൂടുതൽ സമയവും ഇന്ന് കുട്ടികൾ മൊബൈൽ ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വ്യായാമം കിട്ടാതെ വരുന്നു. വ്യായാമം കിട്ടാതെ വരുന്നതിനോടൊപ്പം നമ്മൾ അൺഹെൽത്തി ഫുഡ് കഴിക്കുന്നതോടുകൂടി അമിതവണ്ണം അല്ലെങ്കിൽ ഒബീസിറ്റി ഉണ്ടാകുന്നു. പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോൾ തുടങ്ങിയ പല രോഗങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇനി മാനസികമായി അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവർക്ക് മൊബൈൽ ഫോണിനോട് ഒരു അഡിക്ഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് കൂടെ ഉപയോഗിക്കുവാൻ അവർക്ക് കൂടുതൽ തോന്നൽ വരുന്നു, അല്ലെങ്കിൽ മനസ്സ് അവരെ നിർബന്ധിക്കുകയാണ് നിങ്ങൾ കൂടുതൽ സമയം അത് ഉപയോഗിക്കാൻ വേണ്ടി. അത് കിട്ടാതെ വരുമ്പോൾ അവർക്ക് പല മാനസിക പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. സിഗരറ്റ് വലി അല്ലെങ്കിൽ ആൽക്കഹോൾ തുടങ്ങിയവയ്ക്കുണ്ടാകുന്ന അഡിക്ഷൻ പോലെ തന്നെ മൊബൈൽ ഫോണിന് ഒരു അഡിക്ഷനും ഉണ്ടാകുന്നുണ്ട്. പിന്നെ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ പലർക്കും അതിൽ നിന്നും വിട്ടുമാറാൻ പ്രയാസമായിട്ട് വരും. അതായത് അവർക്ക് വിഡ്രോവൽ സിംറ്റം ഉണ്ടാകുന്നു. അതും വലിയൊരു പ്രശ്നമാണ്. പിന്നെ മൂന്നാമതായിട്ട് ഈ ഫോൺ ഇല്ലെങ്കിലും ഫോൺ അവരുടെ കയ്യിലുണ്ട് എന്ന് വിചാരിച്ച് അവർ പല ചേഷ്ടകളും ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് കയ്യിൽ ഫോൺ ഇല്ലെങ്കിലും അവർ ഫോൺ വിളിക്കുന്നത് പോലെ പെരുമാറുന്നു. അതുപോലെ തന്നെ ഫോൺ ഇല്ലെങ്കിലും അവർ ചിലപ്പോൾ സെൽഫി എടുക്കുന്നു. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതുകൂടാതെ ഉറക്കക്കുറവുണ്ടാകുന്നു, അവർ പഠിത്തത്തിൽ പിന്നോട്ട് പോകുന്നു, അവർ മാതാപിതാക്കളോട് കൂടുതൽ വഴക്കുണ്ടാക്കുന്നു. അതുപോലെ തന്നെ അവർ കൂടുതൽ സമയവും അശ്ലീല വീഡിയോകളോ അങ്ങനെയൊക്കെയുള്ളത് കാണുമ്പോൾ അവർക്ക് പല സ്വഭാവ ദൂഷ്യങ്ങളും സ്വഭാവ വൈകല്യങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അവർ കൂടുതൽ സമയം മറ്റ് ചില വ്യക്തികളുമായിട്ട് ചാറ്റ് ചെയ്യുമ്പോഴൊക്കെ അവരുമായിട്ട് കൂടുതൽ അടുപ്പം വരുന്നു. അങ്ങനെ പലപ്പോഴും പലരും ചതിക്കുഴിയിൽ വീഴാറുണ്ട്. പിന്നെ അവർക്ക് ഡിപ്രഷൻ എന്നൊരു രോഗം ഉണ്ടാകുന്നു, ഉറക്കക്കുറവുണ്ടാകുന്നു, അവർക്ക് ആഹാരം കഴിക്കാൻ തോന്നുന്നില്ല. പിന്നെ ആത്മഹത്യ വരെ കൊണ്ടുവന്ന് എത്തിക്കുന്ന സാഹചര്യം ഇന്ന് പല പ്രാവശ്യവും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പത്രമാധ്യമങ്ങളിൽ കൂടി പലപ്പോഴും അത് കേട്ടിട്ടുണ്ടായിരിക്കാം. ഇതൊക്കെയാണ് മൊബൈൽ ഫോൺ അമിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്പം മുതിർന്ന കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇനി കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. 1 വയസ്സോ 2 വയസ്സോ ഒക്കെ പ്രായമുള്ള കൊച്ചു കുട്ടികൾക്ക് പോലും ഇന്ന് മൊബൈൽ ഫോൺ നമ്മൾ മാതാപിതാക്കൾ കൊടുക്കുന്നുണ്ട്. കുഞ്ഞ് കരയുവാണെങ്കിൽ വളരെ തന്നെ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് കാണിക്കുന്നു. കൊച്ചിന് ഉണ്ണുവാനും കളിക്കാനും ഒക്കെ മൊബൈൽ ഫോണാണ് ഇന്ന് കൊടുക്കുന്നത്. കൊച്ചു കുട്ടികൾക്ക് ഇന്ന് കളിപ്പാട്ടങ്ങളെക്കാൾ കൂടുതൽ ഇഷ്ടം മൊബൈൽ ഫോണാണ്. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യം വന്നിരിക്കുകയാണ്. കുഞ്ഞ് കരയുമ്പോൾ ഉടനെ തന്നെ ഇത് കാണിക്കുകയാണ്. കുഞ്ഞിന് ചോറുണ്ണാനും ഇത് മൊബൈൽ ഫോൺ അത്യാവശ്യമായിട്ട് വരുന്നു. അപ്പോൾ അത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതായത് നമ്മുടെ ബ്രെയിൻ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോഴാണ്. അതായത് ഏതാണ്ട് 3 വർഷമാകുമ്പോഴേക്കും നമ്മുടെ തലച്ചോറിൻ്റെ 80% വളർച്ചയായി കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് അറ്റൻഷൻ ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ ഒരു കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള വളർച്ച ഉണ്ടാകുന്നതിനെ പോലും മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗം തടയുന്നു എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ കൊച്ചുകുട്ടികളിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മൊബൈൽ ഫോൺ കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ അത് പരിഹരിക്കണമെങ്കിൽ നമുക്ക് 2 കാര്യങ്ങൾ ചെയ്താൽ മതി. ഏറ്റവും മുതിർന്ന കുട്ടികളിലാണെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയം നമ്മൾ കുറയ്ക്കുക. അതുപോലെ തന്നെ ഒരാഴ്ചയിൽ ഇത്ര മണിക്കൂർ എന്ന് നമ്മൾ വെക്കുക. അതനുസരിച്ച് മാത്രം മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അവരെ അനുവദിക്കുക. അങ്ങനെ സ്ക്രീനിങ് ടൈം കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ ഒരു പരിധി വരെ പരിഹരിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. പിന്നെ കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മൊബൈൽ ഫോൺ അവരുടെ കയ്യിൽ ഒരിക്കലും കൊടുക്കാതിരിക്കുക തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുട്ടികളിലുണ്ടാകുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിനെ പരിഹരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയൊക്കെ
ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.